നമ്മള് വയനാട് ഒരു ദിവസം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മള് കൂർഗിലേക്ക് പോണേണ്. അപ്പൊ എല്ലാരും ഉണ്ട്. അപ്പൊ നമ്മള് മാനന്തവാടി കാട്ടിക്കുളം വഴിയാണ് കൂർഗിലേക്ക് പോണത്. അവിടെ നമ്മുടെ ഒരു 2-3 സൈറ്റ് ഉണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് ആ സൈറ്റും കൂർഗൊക്കെ ഇന്ന് നമ്മുടെ പിള്ളേരെ കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ കാട്ടിക്കുളം കാടിലോട്ട് കയറണാണ്. ഇവിടെ ഒരു ഉണ്ണിയപ്പക്കട ഉണ്ട്. അപ്പൊ ഉണ്ണിയപ്പക്കട ചെന്ന് നിർത്തി ശരി ചായ കുടിക്കണം. പിന്നെ അതിന് മുമ്പ് ഒന്ന് പറ്റുമെങ്കിലും ഊണ് വിശക്കുണ്ട്. നാസരിക്കാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഊണ് നല്ലൊരു കടയുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ ഒന്ന് നിർത്തി ഊണും കഴിക്കണം. ഇത് നമ്മുടെ കാട്ടിക്കുളം റോഡ്, പോലീസ് സ്റ്റേഷൻ. ഇപ്പൊ ക്യാമറ കൺട്രോൾ ചെയ്യണത് നമ്മുടെ വൈഫാണ്. നമ്മുടെ അല്ല, എൻ്റെ വൈഫാണ്, സുമി മോൾ. നമ്മള് കാട്ടിക്കുളം കാട്ടിലോട്ട് കയറിയേക്കാണ്. കയറുന്ന ഭാഗമാണ്. ഇവിടെ ജസ്റ്റ് കുറച്ച് പോകുമ്പോൾ തന്നെയാണ് റൈറ്റ് സൈഡിലൊരു തട്ടുകടയുണ്ട്. നല്ല ഊണാണ് അവിടുത്തെ. നല്ല സാമ്പാറും നല്ല മോരും പപ്പടവും മീൻ പൊരിച്ചതും അടിപൊളിയാണ് ഊണാണ്. അപ്പൊ സുമിക്ക് ഊണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ സുമിമോക്ക് വേണ്ടി ഇന്ന് അവിടെയാണ് നിർത്തുന്നത്. നമ്മൾ പറഞ്ഞ ഷോപ്പ് എത്താറായിട്ടുണ്ട്. അതെ, ആ കാണുന്ന ബ്രിഡ്ജിന്റെ അടുത്തുള്ള റൈറ്റ് സൈഡിലുള്ള ഷോപ്പാണ്. ഞങ്ങള് റൂട്ട് ഈ വഴി വരുമ്പോൾ സ്ഥിരമായിട്ട് കയറി കഴിക്കുന്ന ഒരു കടയാണത്. നല്ല നാടൻ ഊണ് കിട്ടും. ഇതാണ് ഷോപ്പ്. വാ, ഇതാണ് നമ്മുടെ മെയിൻ സീറ്റ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ വണ്ടി കയറി. നല്ല ഫുഡായിരുന്നു. മാഷാ, നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ല മീൻ പൊരിച്ചായിരുന്നു. അനുമോക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ അനു? ഇഷ്ടപ്പെട്ട കറി? മീൻകറിയാണ് സാമ്പാറാണ് ഇഷ്ടപ്പെട്ട്? ഒരു പഴം ചൊല്ലു. ക്യാമറ കണ്ട ആരാണ്? ഹന. നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ പോണെയാണ്. ഇനി പോണ വഴിക്ക് ഒരു ഉണ്ണിയപ്പക്കടയുണ്ട്. മാഷാ, നല്ല ഉണ്ണിയപ്പമാണ്. ഫേമസ് ഉണ്ണിയപ്പക്കടയാണ്. മിക്ക വർഷത്തിലൊരിക്കലെങ്കിലൊക്കെ പേപ്പറിൽ ന്യൂസ് വരും വരെ ഉണ്ണിയപ്പത്തെ കുറിച്ച്. കാടിന് നടുക്ക് ഒരു ഉണ്ണിയപ്പക്കട എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളിപ്പോ കൂർഗിലേക്ക് പോണത്. കോണിക്കൊപ്പം ഒരു സൈറ്റ് ഉണ്ട്. അപ്പൊ ആ സൈറ്റോട്ട് പോകണം. ഉണ്ണിയപ്പക്കടലും കൂടി നിർത്തും. അപ്പോൾ ഫോറസ്റ്റിൽ കൂടി നടക്കുക. നമ്മുടെ ഈ കാട്ടിൻ്റെ അകത്തും താമസിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെ താമസിക്കുന്ന പോലെ നമ്മുടെ റോഡ് ഈ നൈറ്റൊക്കെ ഈ വഴി വരുമ്പോ ആനയൊക്കെ നടു റോട്ടിലുണ്ടാവും. പിന്നെ പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഈ ഭാഗം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. സ്ട്രൈറ്റ് റോഡ്. ഇവിടെ നല്ല ക്രോസിങ്, നല്ല പ്ലാവ് ക്രോസിനെ കണ്ടിട്ടുണ്ട്. നല്ല പക്ഷെ ഇവിടെ മഴയത്തൊരു നല്ല രസവും നല്ല പച്ചപ്പും ആ പ്രകൃതി രമണീയത നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. ആ സൈഡ് നല്ല രസമുണ്ട്. ഉണ്ണിയപ്പക്കട എത്താറായിട്ട് കുറച്ചുകൂടി പോകുമ്പോൾ ഉണ്ണിയപ്പക്കട. നമ്മുടെ ഉണ്ണിയപ്പക്കട എത്താറായി. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കടയാണ് ഉണ്ണിയപ്പക്കട. ഫേമസ് കടയാണ്. അവിടെ തിരുനെല്ലി ക്ഷേത്രമുണ്ട്. ആ പില്ലറിലൊക്കെ ഇരുന്നിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ട്. ഇതാണ് ഉണ്ണിയപ്പക്കട. നമ്മളെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് എല്ലാവരും നിർത്തിയിട്ട് ഉണ്ണിയപ്പൊക്കെ വാങ്ങിക്കുന്ന ഒരു കടയാണ്. ചാക്കര
ആ ഉണ്ണിയപ്പം തിരുനെല്ലി ഉണ്ണിയപ്പം സൂപ്പർ ഉണ്ണിയപ്പം മാഷാഅല്ലാ. ഉണ്ണിയപ്പം വാങ്ങിച്ച് നേരെ നമ്മള് ഓണിക്കൊപ്പ കേരള ബോർഡർ കിടക്കണം, എന്നിട്ട് കർണാടക ബോർഡറിൽ കയറും. കേരള ചെക്ക് പോസ്റ്റിന്റെ അടുത്താണ്. നമുക്ക് എല്ലാം വരുന്ന വഴിക്ക് വീഡിയോയിലെല്ലാം പകർത്തുന്നതാണ്. കേരള ചെക്ക് പോസ്റ്റ് ആണത്, കർണാടക ചെക്ക് പോസ്റ്റ്. ഇത് കഴിഞ്ഞ് ജസ്റ്റ് 1 കിലോമീറ്റർ കഴിയുമ്പോഴാണ്. കൊറോണ ടൈമിലൊക്കെ ഇവിടെ വന്ന് നിൽക്കണായിരുന്നു നമ്മള്, വീടൂലായിരുന്നു ഉമ്മാര്. കുടിച്ചിറങ്ങണ്ട ഇതേപോലെ നന്ദി വീണ്ടും വരിക. കോൺക്രീറ്റ് റോഡാക്കിയേക്കണ, നേരത്തെ ചെളിയും ഉണ്ടൊക്കെ ആയിരുന്നു, കുഴിയൊക്കെ ആയിരുന്നു. കൂർഗിന്റെ പ്രത്യേകത വെച്ചാൽ കംപ്ലീറ്റ് കാപ്പിത്തോട്ടം. പക്ഷെ നല്ലൊരു സ്ഥലമാണ്, സൈലന്റ് പ്ലേസ്. കാപ്പി ഉണക്കുന്ന സ്ഥലമാണ്. കർണാടക ചെക്ക് പോസ്റ്റ് എത്തിയിട്ടില്ല, അടുത്ത ടേണിങ്ങിലെത്തും. ഇത് നമ്മുടെ കുട്ട ചെക്ക് പോസ്റ്റാണ്, ബോർഡറാണ് കർണാടക ചെക്ക് പോസ്റ്റ്. കുട്ട പോലീസ് സ്റ്റേഷൻ. നമുക്ക് ഇവിടുത്തെ റൈറ്റാണ് പോകേണ്ടത്. കൊറോണ ടൈമിലൊക്കെ നമുക്ക് RT-PCR ഒക്കെ എടുത്ത് ഇവിടെ ക്യൂ കിടക്കണം, എന്നാലും അതിനകത്തൊക്കെ വിടുള്ളൂ. ഇവിടെ റൈറ്റ് വന്നെടുത്താണ് നമ്മുടെ ഏരിയ. കൂർഗിലാണ് നമ്മുടെ സൈറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ സൈറ്റ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഉള്ള വ്യൂ ആണത്. തേയിലത്തോട്ടമാണ്, പക്ഷെ ഇവിടെ തേയിലകൾ തോട്ടം വളരെ കുറവാണ്. ഈ ഭാഗത്തേക്ക് കൂർഗ് ഭാഗത്തേക്ക് കംപ്ലീറ്റ് കോഫിയാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മളല്ലേ കൂർഗിൽ പോയിട്ട് നേരെ തിരിച്ചങ്ങോട്ട് വന്നു മാനന്തവാടി. വയനാട് മാനന്തവാടിയിൽ വന്നു. ഇന്നലെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല കൂർഗില്. അപ്പോൾ ഇവിടെ ഫോറസ്റ്റിനടുത്തായിരുന്നു, പക്ഷെ ഇന്നലെ ക്ഷീണം വന്നുകൊണ്ട് ഇന്നലെ ഇവിടെ തന്നെ നിന്ന് നേരം കൂടെ പോയില്ല. നമ്മളിവിടെ 10 വർഷമായിട്ട് മാനന്തവാടി വയനാട് വന്നാൽ ഹാക്സ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട്, ലോഡ്ജൊക്കെ ഉള്ളതാണ്. അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ റൂമിൽ നമ്മൾ വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. നമ്മൾ ഇന്ന് ഇവിടെ ഒരു സൈറ്റിൽ കയറിയിട്ട് നേരെ എങ്ങോട്ടോ ഊട്ടി. പിള്ളേരായിട്ട് കറക്കമാണ്, പക്ഷെ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ള കാറിൽ മാത്രം ഇവിടെ ഇരിക്കുന്നുള്ളൂ. പിന്നെ പോകുമ്പോൾ ഒരു സ്ഥലങ്ങളൊക്കെ കാണാന്നുള്ളൂ. ജാമ്യം പോയി. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഊട്ടിക്ക് പോകണതാണ്. അപ്പോൾ ഇതൊരു എപ്പിസോഡായിട്ട് ഇടണതാണ്. ഇതെന്തിനാണ് ഇടണതെന്ന് വെച്ചാൽ വെറുതെ ഭാവിയിൽ ഇവർക്ക് വലുതാകുമ്പോൾ ഇത് കാണാമെന്ന് മാത്രമേ, റീച്ചിന് വേണ്ടിയല്ല, ജസ്റ്റ് ഇവർക്കൊന്ന് കാണാൻ വേണ്ടി മാത്രം ഇടുന്നൊരു സംഭവമാണ്. ഇൻഷാല്ലാ ഇതാണ് നമ്മുടെ റൂം. ഇതുപോലെ തന്നെ ഇവിടെ വേറെ 2 റൂമുണ്ട്. ഇത് ഇങ്ങനെ വന്നിട്ട് അതൊരു റൂമാണ്, ഇതും ഒരു റൂമാണ്. 2 റൂമാണുള്ളത്. അപ്പൊ ഈ എപ്പിസോഡ് എന്താണ്, ഇത് സെക്കൻഡ് എപ്പിസോഡ് തീരുന്നതാണ്. ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും. പോവാം ഇൻഷാല്ലാ. അപ്പോൾ സൈറ്റ് ചിലപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ്, അതും കൂടി കഴിഞ്ഞാൽ വയനാട് നമ്മൾ വിട പറയും. ഇൻഷാല്ലാ നേരെ ഊട്ടി. ഊട്ടി ഊട്ടി വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു.